വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറി പിക്കിങ്ങിന് പോവാണ്. ചെറി പിക്കിങ്ങിന് പോകാനായിട്ട് അച്ചുക്കുട്ടനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീഗയുണ്ട്, അപ്പാപ്പിയുണ്ട്. അപ്പോൾ മീഗനെ അപ്പാപ്പീനെ നമ്മളിനി അവിടെ പോയിട്ട് അവരുടെ വണ്ടി എടുത്ത് പോകാൻ വേണ്ടി നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി അവരുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവരെ കൂട്ടുന്നവരും കാണിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ പോവാട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. നമ്മളിതേ ഇപ്പം നേരെ ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് മീഗയുടെ വണ്ടിയിലാണ് നമ്മളിനിയിപ്പം ചെറിപ്പിക്കാന് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, നമ്മളിതേ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. നമ്മളിനി പോകാൻ പോകുന്നത് നമ്മളിനി ഈ വണ്ടിയിലാണ്, മീഗയുടെ വണ്ടിയിലാണ്. ഇതാണ് മീഗയുടെ വണ്ടി. മീഗയുടെ വണ്ടിയാണ് കിയ സ്പോർട്ടേജ് എന്ന് പറയുന്നൊരു വണ്ടിയാണ്. ഈ ഇടയ്ക്ക് ഒരു 2 വർഷം എടുത്തിട്ട് അപ്പാപ്പി വരുന്നുണ്ട്. ആ പപ്പി, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ചെറി പിക്കിങ്ങിന് പോവാ. താറ പ്ലാനാ? കുറച്ച് നാളായി ചെറിയ കഴിച്ചിട്ട് തന്നെ. ആണോ? ഇതിപ്പോ ആറ് പ്ലാൻ? ഇത് മീഗയുടെ പ്ലാനല്ലേ? അപ്പൊ നമ്മളിന്ന് അങ്ങോട്ട് പോവാ. ചെറിയ കഴിച്ച കുറച്ച് നാളായി. എപ്പോഴും കഴിക്കുന്ന നല്ലതാ. നമ്മളെല്ലാവരും പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. മീഗ ഡ്രൈവ് ചെയ്യുന്ന കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റാണ്. അപ്പാപ്പി പുറകിരിപ്പുണ്ട്, അച്ചുക്കുട്ടനുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചു ചോദിച്ചപ്പോഴത്തേന് അവിടെ ചെറിയുടെ സീസൺ കഴിഞ്ഞു. ബ്ലാക്ക്ബെറിയും ബ്ലൂബെറിയും പിന്നെ പീച്ചസും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കെന്നാ പിന്നെ അത് നിങ്ങൾ പറിക്കാം. അല്ലേ മീഗ? പാപ്പി എല്ലാം ഓക്കെ അല്ലേ? ഞാൻ സംഭവം കണ്ടില്ലല്ലോ. കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയാനൊക്കത്തുള്ളൂ. അതെ, അത് പച്ചയാണോ പഴുത്തതാണോ? അതെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാനൊക്കത്തുള്ളൂ. ഏതായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം ഗൈസ്. അപ്പം നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. മീഗയുടെ കിടിലൻ ഡ്രൈവിംഗ് ആണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഗൈസ്. കുറച്ച് തിരക്കൊക്കെ ഉണ്ടെങ്കിലും മീഗ കിടിലൻ ഡ്രൈവിംഗ് ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാപ്പിയുടെ പുറകിലിരിപ്പുണ്ട്. നമ്മളിനി ഓൾമോസ്റ്റ് എത്താൻ ഇനി 5 മിനിറ്റ് ഉള്ളൂ, അടുത്തെത്തി. അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. നമ്മളിതേ എങ്ങനെ സ്ഥലത്തെത്തി. നമ്മളിതേ ഇറങ്ങിയപ്പോൾ തന്നെ കാണുന്നത് മൊത്തം ഇവിടെ ആപ്പിൾ മരങ്ങളാണ്. പക്ഷെ ഇത് ആപ്പിളൊന്നും ആയിട്ടില്ല, എല്ലാം പഴുത്ത് വരുന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സ്റ്റേജ് കണ്ടില്ലേ? ഈ ബാഗിലോട്ട് കാണുന്ന മൊത്തം ആപ്പിൾ മരങ്ങളാണ്. നമുക്കത് ഇനി അകത്ത് എത്തിയിട്ട് അതിന് റേറ്റ് കാര്യങ്ങൾ കയറുന്നതിനൊക്കെ എൻട്രി ഒക്കെ ആണ്. നമുക്കതൊക്കെ ചോദിച്ചിട്ട് വരാം. മീഗയുടെ ഇരിക്കുന്ന ബാസ്ക്കറ്റ് ഉണ്ടോ? അത് നമ്മൾ പറഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിക്കണം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ചെറിയ എടുത്തിട്ട് ഈ ബാസ്ക്കറ്റിൽ ഇട്ടുകൊണ്ട് വന്നിട്ടാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഇവിടുത്തെ പ്രോഗ്രാം. നമ്മൾ ഈ കൊടുക്കുന്ന ബാസ്ക്കറ്റിലായിരിക്കും പൈസ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ എത്ര എടുക്കുന്നു അങ്ങനെ. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ടല്ലേ? ഓക്കെ, അതെ ഗായ്സ്, നമ്മൾ ആദ്യം എന്ത് ഫ്രൂട്ടാ? നമ്മളിതേ റാസ്ബെറി ആണ് കാണാൻ പോകുന്നത്. കണ്ടല്ലേ, ഇത് റാസ്ബെറി ആണ്. കണ്ടല്ലേ, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല പഴുത്തതുള്ള ഗൈസ്, ഇത് പഴുത്തിട്ടില്ല ഗൈസ്, പൊട്ടാണ്. പപ്പി ആയിട്ടില്ലത്. മീക്ക് പഴുത്തൊരെണ്ണം കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ് ഇത് ബ്ലൂബെറി ആയിരുന്നല്ലേ? ബ്ലാക്ക്ബെറി ആയിരുന്നല്ലേ? മീ അതെങ്ങനെയുണ്ട്? നല്ല പുളിയല്ലേ ഗൈസ്? ചെയ്തുണ്ട് ആപ്പിൾ മരോ, പക്ഷെ ഇതൊന്നും പഴുത്തിട്ടില്ല. കണ്ടോ, ഇനി ഇഷ്ടം പോലെ പഴുക്കാനുണ്ട്. പാപ്പി എന്നിട്ട് എങ്ങനെയുണ്ട്? എല്ലാം പഴുക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അതെ അതെ, നമുക്കിത് മേലോട്ട് പോയിട്ട് ഇനി ബാക്കി ഏതാ ഉള്ളതെന്നൊക്കെ നോക്കാം. പഴുത്തത് ഏതാ ഉള്ളത് നോക്കാം. നമ്മളോട് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. ഇനി ഇവിടുന്ന് നമ്മളെ കൊണ്ടുപോകും വേറെ എവിടെയോ ഒരിടത്ത്. എന്നിട്ട് ഇനി അവിടെ നിന്നാണ് നമ്മളിങ്ങനെ പറിക്കാനൊക്കെ പോകുന്നത്. നമുക്ക് ഡ്രൈവറൊക്കെ ഉണ്ട്. ഈ വണ്ടിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. എല്ലാവരും വന്നിരിക്കാൻ പോവുക. ഇതാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ഇപ്പം ഇവിടെ നമ്മളിനി വേറൊരു ഫാമിലോട്ട് കൊണ്ടുപോയിട്ട് ഇനി അവിടെ നിന്നായിരിക്കും പറിക്കുന്നത്. മൊത്തം ആൾക്കാരൊക്കെ കയറുന്നതല്ലേ.
ഫുള്ള് ബോക്സിൽ തന്നെ ബ്രെഡാണ്. ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് ആയിരിക്കും. ഇത് കണ്ടില്ല, ആപ്പിൾ തോട്ടമാണ് മൊത്തത്തിലുള്ളത്. ഈ ബാക്കിലോട്ടൊക്കെ എന്ത് തോട്ടമെന്ന് അറിയത്തില്ല, എന്തായാലും ആയിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ അവരിങ്ങനെ നെറ്റ് വെക്കില്ല. ഇതെല്ലാം ആപ്പിളാണ് കേസ്. ഇവിടെ മൊത്തത്തിൽ ആപ്പിളിൻ്റെ സീസണായി കഴിയുമ്പോൾ പിന്നെ മൊത്തം ഇവിടെ അടിപൊളിയായിരിക്കും. ചുവപ്പ്, പച്ച, എല്ലാ കളർ ആപ്പിളും ഉണ്ടാവും. ആ സമയത്ത് നമ്മളിവിടെ വന്നിട്ട് വേറെ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, ഇങ്ങനെ ചെറിയൊക്കെ പറിച്ച് നിൽപ്പുണ്ട്. ഓക്കെ ഇവിടെയാണ് നമ്മുടെ സ്ഥലം ഗൈസ്. നമ്മൾ ആദ്യം പോകുന്നത് നമ്മൾ ബ്ലൂബെറി പറിക്കാനാണ്. ബ്ലൂബെറി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് മൊത്തം ബ്ലൂബെറിയാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പറിക്കാൻ പോവാണ്. നല്ല ബ്ലൂബെറി ഒക്കെ ഉള്ളത് ഇവിടെ ഉണ്ടല്ലോ. കൊള്ളാം. പിന്നെ ഉണ്ടല്ലോ. അപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ലൈറ്റ് സ്വീറ്റ് ടേസ്റ്റ് ഉള്ള സംഭവമാണ്. ചിലതിന് ഇച്ചിരി പുളിയാ. അപ്പം എങ്ങനെയുണ്ട് ബ്ലൂബെറി? ഇതിപ്പം നല്ല പഴുത്തവനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഒരു പൊളി പോലുണ്ട് ഉണ്ടല്ലേ. ടോട്ടലി തർക്കമല്ല, നല്ല ഇതാണ്, നല്ല നല്ല സാധനം അല്ലേ. ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് കഴുകി എടുക്കണം തോന്നുന്നു. ഇത് വെള്ളത്തിലൊന്ന് കഴുകണം ഒരുമാതിരി. പക്ഷെ ഇത് ഫ്രഷ് അല്ലേ, നമ്മളിപ്പം പറിക്കുന്നില്ല. എന്നാലും ഇത് ഒരുമാതിരി ഞാനൊരു പുറമെ ഒരു ചെറിയ ഒരു ഏതാണ്ട് പൊടി ഏതാണ്ട് പോലെ ഉണ്ടല്ലേ. ഒന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും. ചിലപ്പോൾ അവരെന്തെങ്കിലും കെമിക്കൽ അടിക്കുമായിരിക്കും, പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുമായിരിക്കുമല്ലോ. അതെ അതെ. ഇഷ്ടപ്പെട്ടോ? പഴുത്തന് നല്ല ടേസ്റ്റാണ്. പഴുത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ചിലതിന് ഇച്ചിരി പുളിയുണ്ട്. അത് മൂത്ത് വരണ്ടേ. അതെ അതെ അതെ. ആ നമ്മൾ നല്ലൊരു താഴെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഇഷ്ടം പോലെ പഴുത്തിങ്ങനെ പറയലോട്ട് വീഴുന്നേ. പിന്നെ വേറൊരു കമന്റ് കൊടുക്കാം കേട്ടോ. അതെ ഗായ്സ്, ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്തത് ബ്ലാക്ക് ബെറി പറിക്കാൻ പോവാണ്. ബ്ലൂബെറി കുറേ നേരം കഴിച്ച് വയറ് ഇറക്കും. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ബ്ലാക്ക് ബെറി കഴിക്കാം. വയറിറങ്ങും. വണ്ടിയൊക്കെ തിരിച്ചു വരുമ്പോൾ നമുക്ക് പോരാം. ആ വണ്ടി ഇപ്പോൾ വരും. ആ അതെ അതെ. അതുണ്ട്, അത് പഴുത്ത് വരുന്നേ ഉള്ളൂ ഒന്ന് കുറേയൊക്കെ. അത് ചുമന്ന് നിൽക്കുന്നത് പച്ചയാണ് തോന്നുന്നു. കറുപ്പായിട്ട് നമുക്ക്, അതെ അതെ, ആ കറുപ്പാണ് നമുക്ക് വേണ്ടത്. അതെ ഗൈസ്, നമ്മുടെ ബ്ലാക്ക് ബെറി. ഗൈസ് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പുളി. അയ്യോ നല്ല പുളിയാ. അയ്യോ ഇത് ഭയങ്കര പുളിയാ ഗൈസ്. അതിൻ്റെ അകത്തോടെ നടക്കാമല്ലോ. ഗൈസ് ഇതിന് ഭയങ്കര പുളിയാണ്. അടുത്ത ട്രിപ്പ് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പം കുറേ ആൾക്കാർ ഇതേ വന്നിറങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. എല്ലാവരും വണ്ടിയിലാണ് ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്നത്, കണ്ടില്ലേ. ഇങ്ങനെയാണ് ഇവിടുത്തെ
ഇത് കണ്ടില്ല, മൊത്തം ആപ്പിൾ മരമാണ്. ആപ്പിളിൻ്റെ ഫാമാണ്. അതൊക്കെ പഴുത്തൊക്കെ എല്ലാം പച്ചയാണ്. അല്ല, പഴുപ്പായി വരുന്നേ ഉള്ളൂ. പഴുപ്പായി വരുന്നുണ്ട്. നോക്കാൻ അത് പൊതിഞ്ഞും വരുന്നു. വെറുതെ പറഞ്ഞാൽ പറിച്ചു നോക്കാം ഗൈസ്. കണ്ടു വലിയ കുഴപ്പമില്ല. എന്നാ ഇതൊക്കെ പഴുത്ത് വരുന്ന നോക്കാം, പഴുത്തുണ്ടോ നോക്കാം. ഇതിൽ അമരൽ വ്യക്തമായിട്ട് കാണിക്കും. തുറന്നാ തോന്നുന്നത്. ഇത് കൊള്ളാം. ഇത്രയൊക്കെ എത്ര പോകുന്നുണ്ടോ? ചില സെക്ഷൻ നോക്കി പിടിക്കണം. ചിലപ്പോ ഈ ഇതായിരിക്കും ചിലപ്പോ ഇത് ഇച്ചിരി മധുരമുള്ള. നല്ല മധുരമുള്ള കേട്ടോ. ചെറുതിനാ മധുരം ഉള്ളത്. നീ പറിക്ക. നമ്മൾ ഈ ബോക്സ് ഫില്ലാക്കുക. അങ്ങനെ നമ്മളെ ബ്ലൂബെറി ബ്ലാക്ക്ബെറി പിക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളതെല്ലാം ദേ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ഇങ്ങനെ വണ്ടി നോക്കി. ഇനി വണ്ടി വരുമ്പോൾ നമുക്കിനി പോകാൻ പറ്റത്തുള്ളൂ. ദേ അല്ലേ, ചിക്കൻ്റെ കൊണ്ട് ബാസ്ക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. ഇത്ര ഫില്ലാക്കിയുള്ളോ? കുറച്ചുകൂടെ ഫില്ലാക്കണ്ട. അതെ, ഇതാണെങ്കിൽ ഭയങ്കര പുളിയാണ്. ഇതിന് കുറച്ച് മധുരമുണ്ട്. നല്ല മധുരമുണ്ട്. അതിന് നല്ല മധുരമുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളിൻ്റെ വണ്ടി വന്നിട്ട് ബാക്കിയാണ്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മളെല്ലാവരും കയറിയിരിക്കാൻ പോവാണ്. തിരിച്ചു പോവാണ്. ഇനിയിപ്പം നേരെ ഇനി വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഗായ്സ്, ഡ്രൈവർ ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. മറ്റൊരു ടേപ്പ് പോലത്തെ ഒരു സാധനം അവിടെ ഇങ്ങനെ വെക്കാനാണ്. ഇങ്ങനെ ഞാനത് ക്ലോസ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് ഡ്രൈവർ ഇപ്പം പോയിട്ടുണ്ട്. ഉടനെ വരുമായിരിക്കും. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെറി കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ചെറിയുടെ സീസൺ അല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ബ്ലൂബെറി പറിച്ചുകൊണ്ട് പോകാം. ബ്ലാക്ക്ബെറിക്ക് ഭയങ്കര കയ്പല്ല പുളിയായതുകൊണ്ട് നമ്മളതിനത് പറിച്ചില്ലധികം. അപ്പോൾ നമുക്ക് ബ്ലൂബെറി പറിച്ചിട്ടുണ്ട്. ബ്ലൂബെറി മീയയ്ക്കാണെങ്കിൽ കേക്കിലിടാൻ വേണ്ടി കുറേ എടുത്തിട്ടുണ്ട്. മീയ കേക്ക് ഉണ്ടാക്കുന്നു. ഇടയ്ക്ക് ഓരോരോ കുളങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. എല്ലാം നമുക്ക് ഔട്ട് ഓഫ് സീസണാണ്. ഇപ്പം സീസണുള്ള ഫ്രൂട്ട് ഇത് രണ്ടേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമുക്കിപ്പം പറിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഒന്നും നമുക്കിപ്പോൾ ആയിട്ടില്ല. നമുക്കിനി ഇവിടെ പോയിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഒരു ഷോപ്പുകളുണ്ട്. ആ ഷോപ്പ് നമുക്കൊന്ന് കാണാം. ഇത് കണ്ടില്ലേ, ഇവിടെ ഓരോരോ ഫ്രൂട്ട്സിൻ്റെയൊക്കെ മരങ്ങളുടെയൊക്കെ ഫുഡാണ്. അത് നമുക്ക് സെയിലുണ്ട്. ഒരു കത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു റാക്കിന് $20 വെച്ചാണ് അവർ പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. ഇനി ഇവിടെ നിന്ന് പോകുമ്പോഴത്തേന് ഇവിടെ നമുക്കൊരു ഷോപ്പുണ്ട്. ഈ ഷോപ്പിൽ നമുക്കിനി എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് കാണാം. ഇവിടെ എല്ലാം ഉണ്ട്. ഇത് പീച്ചസ് ആണ് ഇരിക്കുന്നത്. ഇതുണ്ട്. ഇതിൻ്റെ എല്ലാം ഫ്രൂട്ട്സിൻ്റെ എല്ലാം ഇവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. മീകൾ പറയാം. എല്ലാത്തിൻ്റെ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട് ഇവിടെ.
പച്ചയാപ്പളം. ഗ്രീൻ ആപ്പിൾസ് എല്ലാം ഉണ്ട്. ഇവിടെ ചിപ്സ്, പോപ്കോൺ അങ്ങനെ എല്ലാം ഉണ്ട്. ജാംസ് കാര്യങ്ങൾ, പിന്നെ സോസ്, ഒലിവ് ഓയിൽസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രഷ് ഹണിയെല്ലാം ഉണ്ട്. പൊട്ടറ്റോ ചിപ്സ് എല്ലാം ഉണ്ട്. പോപ്കോൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആപ്രിക്കോട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആപ്രിക്കോട്ടിന് ഇത് $10 ആണ്. ഇതെല്ലാം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്, കോണൊക്കെ ഉണ്ട്. കോൺ ഇരിക്കുന്നുണ്ടല്ലേ. ഇപ്പം നമ്മളവിടെ നിന്ന് കുറച്ച് ചെറിയ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ലത് നമുക്ക് അവർ സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് താഴെ നമുക്ക് തന്നെ ഇവിടെ പിക്ക് ചെയ്താലും കുഴപ്പമില്ല. എല്ലാം ഉണ്ട് നമുക്കിവിടെ. ചെറിയത് പയ്യാണ്. ഇത് മാത്രമല്ല, ഇതെല്ലാം അല്ലാതെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതും ഉണ്ട്. ഡോണറ്റ് കാര്യങ്ങൾ, എനിക്കാണ് ഇങ്ങനെ കുറച്ച് കോണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ആണല്ലേ, ഒരു ഓൾഡ് മോഡൽ വണ്ടി കിടക്കുന്നുണ്ട്. പഴയ വണ്ടിയാണ്, ക്ലച്ചും ബ്രേക്കും ഗിയറും ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം അടിപൊളിയാണ്. അതെ, നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും വെയിലൊക്കെ കൊണ്ട് മടുത്ത്. അതേ മടുത്തു. പാപ്പി മടുത്തോ? ഇതൊക്കെ എന്തല്ലേ തണുപ്പായിരുന്നാലും ബുദ്ധിമുട്ടല്ലേ? നാട്ടിലാണെങ്കിൽ ഇതിന്റെ അപ്പുറം ചൂടാ. അതെ, അതിലൊക്കെ ഭേദമുണ്ട് ഗൈസ്. അത്രയും ചൂടില്ല ഏതായാലും ഇവിടെ. ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഇപ്പം മീകയുടെ വീട്ടിലായിപ്പോൾ ഉള്ളത്. അച്ചു ഇപ്പം അകത്തോട്ട് പോയി. ഇനിയിപ്പോൾ അവനോട് വന്നിട്ട് നമുക്കിന്ന് തിരിച്ചോട്ട് പോവാം. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.